ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം സുന്നി മഹല്ല് ഫെഡറേഷന് കീഴിൽ എല്ലാ പള്ളികളിലും പലസ്തീനു വേണ്ടി പ്രത്യേക ഐക്യദാർഢ്യ പ്രാർത്ഥനകൾ നടത്തും. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പാപ്പാട്ടങ്ങൾ ജുമാ മസ്ജിദിലാണ്. ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം അല്ലേ? പലസ്തീനു വേണ്ടി ഇന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ എല്ലാ മഹല്ലുകളിലും ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ ജനതയെ ജനോസൈഡ് ചെയ്യുകയാണ്, വംശനശീകരണത്തിന് വിധേയമാക്കുകയാണ്. അതിനെതിരെ ലോകം പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഫലം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ UN-ന്റെ 80-ാം പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പ്രതിനിധികൾ 100-ൽ പരം രാജ്യങ്ങളുടെ പ്രതിനിധികൾ എഴുന്നേറ്റ് പോയി എന്നത് ലോകത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 193ഓളം അംഗരാജ്യങ്ങളിൽ 151 രാജ്യങ്ങളും പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം അംഗീകരിച്ചു. അപ്പോൾ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ രണ്ട് കാരണത്താൽ, ഒന്ന് ലോകത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയും, രണ്ട് ഇതിൻ്റെ ഒരു ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നത് മനുഷ്യത്വമുള്ളവരുടെ മാനവികമായ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇടതുപക്ഷവും അതേപോലെ മുസ്ലിം ലീഗ് എല്ലാവരും പലസ്തീനോട് അണിനിരക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ? പലസ്തീൻ പ്രശ്നം നമ്മളൊരു മതപരമായ പ്രശ്നമായിട്ടല്ല കാണുന്നത്. അതൊരു വംശ നശീകരണ പ്രവർത്തനമാണ്. ഒരു രാജ്യത്തെ ജനവിഭാഗത്തെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആ രാജ്യം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ഇതൊരു മതത്തിൻ്റെ പോരാട്ടമായി ചെറുതാക്കാൻ കഴിയില്ല. ആ ജനകീയമായ ആ സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യമാണ്. അവർ നശിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നു എന്ന് മാത്രം. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ പ്രതീക്ഷിക്കുന്നു. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ ഫലമാണല്ലോ നെതന്യാഹു പോലും പ്രസംഗിക്കുമ്പോൾ UN സഭയിൽ 100 പേര് എഴുന്നേറ്റ് പോവുക. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷം, അപ്പോൾ യൂറോപ്പിൽ പോലും, ഇംഗ്ലണ്ട് പോലും ഇതിനെ അംഗീകരിച്ചു, UK അംഗീകരിച്ചു, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ പലസ്തീൻ അംഗീകരിച്ചു. ഒരു കാലത്ത് പലസ്തീനെ എതിർത്തിരുന്ന ആളുകൾ ഭൂരിഭാഗം അംഗങ്ങളും ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ലോക മനസാക്ഷി ഉണർന്നുകൊണ്ടാണ്. വരും ദിവസങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. PLO രൂപീകരിക്കപ്പെട്ടപ്പോൾ PLOയെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. PLOക്ക് ഡൽഹിയിൽ ഓഫീസ് തുറന്നു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. യാസർ അറഫാത്ത് ഒന്നിലധികം തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി IK ഗുജറാളിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വേദി പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ അദ്ദേഹത്തെ ഒരു അതിഥിയായി സ്വീകരിച്ചിട്ടുണ്ട്. അതിലുപരി ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് PLOക്ക് എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ചെയ്തു കൊടുത്ത് അവിടെ രാജ്യം അംഗീകരിച്ചു. മാത്രമല്ല, ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി പലസ്തീനെ വെട്ടിമുറിച്ച സമയത്ത് പലസ്തീൻ അങ്ങനെ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ആ പാരമ്പര്യം പുലർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലസ്തീന് വേണ്ടിയുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഐക്യദാർഢ്യങ്ങളൊക്കെ ഫലം കാണുന്നു. ഒപ്പം തന്നെ രാജ്യം ഈ ഒരു വികാരം കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്തും CB അനുമോദ്, ന്യൂസ് 18.